channel does not promote or promotion any illegal activities. All content provided by this channel is meant only for educational purpose only. ടെക് മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ടെർമക്സിൽ എങ്ങനെ മെറ്റാസ്പ്ലോയിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാമെന്നതാണ്. ഏതൊരു ടൂളും ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ APT അപ്ഗ്രേഡും ചെയ്യണേ. APT അപ്ഡേറ്റ് അത് കഴിഞ്ഞാൽ APT അപ്ഗ്രേഡ് എൻ്റർ. അത് കഴിഞ്ഞാൽ PKG ഇൻസ്റ്റാൾ WGET. ഇതിൻ്റെ ഇടയ്ക്ക് സ്പേസ് ഉണ്ട്. അത് സ്പേസ് കറക്റ്റായിട്ട് ഇട്ടില്ലെങ്കിൽ എറർ വരും. അത് കഴിഞ്ഞാൽ ഗിറ്റ് ടൂൾ ആണ് അടിക്കേണ്ടത്. ഗിറ്റ് ഹബ് ടൂൾ കിട്ടാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നേരെ ഇങ്ങനൊരു ഇൻ്റർഫേസിലായിരിക്കും. ഇവിടെ കാണാം നമ്മൾ നേരത്തെ അടിച്ച എല്ലാ കമാൻഡും ഇവിടെ ഉണ്ടാവും. PKG ഇൻസ്റ്റാൾ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഈ ലിങ്ക് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുക, എൻ്റർ അടിക്കുക. അത് കഴിഞ്ഞിട്ട് chmod സ്പേസ് +X സ്പേസ് മെറ്റാസ്പ്ലോയിറ്റ് .sh എൻ്റർ. ഇതൊക്കെ ഞാൻ തരുന്ന ലിങ്കിലുണ്ടാവും. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ പോയാൽ ആ സൈറ്റിൽ ഉണ്ടാവും. ഇതെല്ലാം അത് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ. അത് കഴിഞ്ഞാൽ ./മെറ്റാസ്പ്ലോയിറ്റ് .sh അടിക്കുമ്പോൾ ശ്രദ്ധിക്കണേ, ഒരു സ്പേസ് വന്നാൽ എററാവും. വർക്ക് ചെയ്യുക. ടൂൾ ഇൻസ്റ്റാൾ ആവാൻ പോവുകയാണ്. ഈ ടൂൾ പ്രൊഫഷണൽ ടൂളാണ്. ഈ ടൂളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ടൂൾ വെച്ചിട്ട് നമ്മൾ പേലോഡ് ക്രിയേറ്റ് ചെയ്യും. പേലോഡ് എന്ന് വെച്ചാൽ വൈറസ്. ആ വൈറസ് നമുക്ക് ഇമേജിലോട്ടോ അല്ലെങ്കിൽ വീഡിയോയിലോട്ടോ അല്ലെങ്കിൽ ഓഡിയോ ഫയലിലോട്ടോ ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് നമ്മൾ ഒരാൾക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അയാളത് ഓപ്പൺ ആക്കണമെന്നില്ല. നമുക്ക് അയച്ചു കൊടുത്ത ഉടനെ നമുക്ക് ആ പേലോഡ് നമ്മളെ മൊബൈൽ വെച്ചിട്ട് നമുക്കത് റൺ ചെയ്യാൻ പറ്റും. അതാണ് മെറ്റാസ്പ്ലോയിറ്റിൻ്റെ പ്രത്യേകത. അത് കിട്ടുന്ന ആൾക്ക് ഇതിങ്ങനെ ഒരു വൈറസ് ഉള്ളൊരു ഇമേജ് ആണെന്നോ വീഡിയോ ആണെന്നോ അയാൾക്ക് കാണാൻ പറ്റില്ല. ആ ഇമേജ് മൊബൈലിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ ഡാറ്റ നമുക്ക് ഡിലീറ്റ് ആക്കാൻ പറ്റും. അതുപോലെ സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാം. അവരുടെ കമ്പ്യൂട്ടർ നമുക്ക് നമ്മളുടെ മൊബൈലിൽ നിന്ന് പ്രവർത്തിപ്പിക്കാൻ പറ്റും. അതാണ് മെറ്റാസ്പ്ലോയിറ്റ്. മെറ്റാസ്പ്ലോയിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് റൺ ചെയ്യുക എന്നുള്ളതൊക്കെ. ഇൻസ്റ്റാൾ ആവാൻ 30 മിനിറ്റോളം എടുക്കും. നെറ്റ് കട്ടാവരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്താൽ ഒന്നും മനസ്സിലാവില്ല. ഈ ടൂൾ പഠിക്കുകയാണെങ്കിൽ പിന്നെ മൊബൈൽ കമ്പ്യൂട്ടർ ഒരുവിധം ആക്സസറീസ് എല്ലാം ഹാക്ക് ചെയ്യാം.
ആയിക്കൊണ്ടിരിക്കുകയാണ്, ടൈം എടുക്കും. ഇൻസ്റ്റാളേഷൻ ഫുള്ളായിട്ടില്ല, ആരും ബാക്ക് അടിക്കരുത്. ഇങ്ങനെ നിന്നാൽ ഇൻസ്റ്റാളേഷൻ ഫുള്ളായിട്ട് മാത്രം, ഇൻസ്റ്റാളേഷൻ ഫുള്ളായി മെറ്റാസ്പ്ലോയിറ്റിൻ്റെ എംബ്ലം വരും, അപ്പോൾ മാത്രം ബാക്ക് അടിച്ച് പോകാൻ പറ്റുള്ളൂ. ഹാക്കിംഗ് പഠിക്കാൻ കാര്യമായിട്ട് വേണ്ടത് ക്ഷമയാണ്. ക്ഷമയുണ്ടെങ്കിൽ ഏതൊരാൾക്കും ഹാക്കിംഗ് പഠിക്കാം. മൊബൈൽ ഉണ്ടായാലും മതി. നിങ്ങൾക്ക് ഹാക്കിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇനി എന്ത് സംശയമുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ കണ്ടെത്തിയാൽ ഞാൻ റീപ്ലൈ തരുന്നതാണ്. കൺസോൾ എൻ്റർ. സോറി, സ്പെല്ലിംഗ് തെറ്റിയിട്ടാണ്. കൺസോൾ ഒരു സ്പെല്ലിംഗ് തെറ്റിയാൽ കമാൻഡ് നോട്ട് ഫൗണ്ട് കാണിക്കും. സ്പെല്ലിംഗ് ശരിക്കും നോക്കുക. കൺസോൾ ഇപ്പോൾ ടൂൾ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ടൂൾ ഇൻസ്റ്റാൾ ആയി, ടൂൾ ഓപ്പൺ ആവുകയാണ്. പേലോഡ്സ് ഉണ്ട്. ഇത് 592 2146 എക്സ്പ്ലോയിറ്റ്സ്. അപ്പോൾ ടൂൾ ഇൻസ്റ്റാൾ ആയി. അടുത്ത വീഡിയോ ഇതിൽ ഹെൽപ്പ് ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ഹെൽപ്പ് കാണിക്കും. എന്തൊക്കെയാണ് IP അഡ്രസ്സും കാര്യങ്ങളും ഇതിൻ്റെ എല്ലാതും കാണിക്കും. MSF വേണോ? അടുത്ത കമൻറ്റ് MSF വേണോ? എൻ്റർ. ഇതിൻ്റെ ഫുൾ കമാൻഡ് ഇതിലുണ്ട്. അടുത്ത ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, ഇതെങ്ങനെയാണ് റൺ ചെയ്യണതെന്ന്. അടുത്ത വീഡിയോ എല്ലാവരും കാണുക. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അടുത്ത വീഡിയോ കാണും വരെ ഗുഡ് ബൈ.